ടീനേജ് ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മല പോലെ. ഞാൻ കഥ പറയണം. കഥ ഭയങ്കര സിമ്പിൾ കഥയായിട്ട്. അതായത് പ്ലസ് ടു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ ബേസ്ഡ് ആയിട്ടാണല്ലോ. ആലപ്പുഴയിൽ പ്ലസ് ടു പഠിക്കുന്ന കുറച്ച് പിള്ളേർ പ്ലസ് ടു തോറ്റു. അപ്പോൾ ഇമാർക്കിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു തോറ്റു ഒരു ഗ്രൂപ്പാണ് മെയിൻ ഗ്യാങ്. അപ്പോൾ ഇമാർക്ക് എങ്ങനെയെങ്കിലും ആലപ്പുഴ SD കോളേജിൽ ഒരുമിച്ച് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ ഇത് എങ്ങനെ കിട്ടും എന്നുള്ള ചർച്ചയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ഉള്ളത് സ്പോർട്സിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റേറ്റ് കോമ്പറ്റീഷൻ വരെ പങ്കെടുത്താൽ നമുക്ക് 60 മാർക്ക് കിട്ടും, ഗ്രേസ് മാർക്ക്. പിന്നെ ഈ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര സുഖം. ഓക്കെ, അപ്പൊ പിന്നെ ഒരു സ്പോർട്ട് കണ്ടുപിടിക്കാം. സ്പോർട്ട് ഏതാ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബോക്സിംഗ് പഠിക്കണം. അതാണല്ലോ, അതാകുമ്പോൾ നമുക്ക് ഒറ്റക്കൊറ്റക്കുള്ള കേസല്ലോ, പറഞ്ഞു വേണ്ട, ഫുട്ബോളിന് അത്രയും ആൾക്കാർ വേണം. എന്നാൽ നമുക്ക് ബോക്സിംഗ് പഠിക്കാവുന്നുണ്ട്. അങ്ങനെ ബോക്സിംഗ് പഠിക്കാൻ പോകുന്നത്. അതല്ലാതെ ഇവന്മാർക്ക് ഒരു സ്പോർട്ട് അങ്ങനത്തെ ഒരു ഉദ്ദേശങ്ങളോ ഭയങ്കര ഹാർഡ് കോർ ആയിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് ഇവന്മാർ ഈ പറയുന്ന പോലെ 50 ദിവസ പരിപാടിയായിട്ട് ചെന്നത് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ പങ്കെടുത്ത്. ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര സിമ്പിളാണ്. ആലപ്പുഴ അത് കവർ ചെയ്ത് പിന്നെ ഇവർ സ്റ്റേറ്റ് ലെവലിലേക്ക് വരത്തും ഒരു ടീമായിട്ട്. അവിടെ വന്നിട്ട് എന്റെ പൊന്നു ചേട്ടാ കോമഡി കൊണ്ട് ഒരവസ്ഥ എത്തുന്നതാണ് ഈ സിനിമയുടെ കഥ. ഇത് വളരെ സിമ്പിളാണ്, ഇൻക്ലൂഡിംഗ് സ്പോയിലർ. ഇതാണ് കാണേണ്ടത്. അല്ലാതെ ഇതിൽ